അമ്മൂമ്മ പ്രായം കുറവാണല്ലോ. ഹലോ ഹലോ, റോസ്മേരി അല്ലേ? ഞാനാ. റോങ് നമ്പർ. നിഷ ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, അവള് പുറത്തു പോയിരിക്കുക. എന്താ എന്റെ ഉദ്ദേശം? ചന്ദ്രൻ ഫോൺ ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചോലല്ല. നിങ്ങളെ പറ്റി നിഷ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുവായിരുന്നു. നിഷയ്ക്ക് പകരം ഞാൻ ഇന്ന് വന്നോട്ടെ? ഓക്കെ, വന്നോളൂ. 15 minutes later. ഹായ് സർ. അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. നിഷയുടെ ഫ്രണ്ടാണോ? അതെ, ഞാനാണ് സർ. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. വാ, അത് കയറിയോ. താങ്ക് യു സർ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? വരൂ, ഇങ്ങോട്ട് ഇരിക്കേ. ഓക്കെ സർ. ഞാൻ സാധാരണ നിഷയാണ് വിളിക്കാറുള്ളത്. ഞാൻ അവളുടെ ഒരു റെഗുലർ കസ്റ്റമറാണ്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. എന്റെ ഭാഗ്യത്തിന് നിങ്ങൾ ഇന്ന് ഫോൺ എടുത്ത് സംസാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ വരാൻ പറഞ്ഞത്. നിഷ നിങ്ങളെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല ആളാണ്, ഒരുപാട് പണം തരുന്നൊക്കെ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഞാനിങ്ങനെ വന്ന കാര്യം നിഷയോട് പറയല്ലേ സർ? ആ സമയത്ത് തരിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഞാനൊന്നും പറയാൻ പോകുന്നില്ല. ശരി, നമുക്ക് അകത്തോട്ട് പോയാലോ? പോവാം സർ. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. 10 minutes later. എന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് റെഗുലറായി വിളിക്കണേ. ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും. ഓ ഭാഗ്യവാൻ. ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാമേ? ഓക്കെ, ബൈ സർ. ബൈ. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി.